ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സേ എക്സാം SSLC സേ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ 19 മുതൽ 22 വരെ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം, അത് പ്രിന്റ് എടുക്കുക, അത് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ കിട്ടിയിട്ടുള്ള SSLC റിസൾട്ടിന്റെ കോപ്പി ഉണ്ടല്ലോ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളുടെ കയ്യിൽ കൊടുക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാം. ഒരു പേപ്പറിന് 100 രൂപ വെച്ചിട്ടാണ് വരുന്നത്. ഇനി കൂടുതൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പോൾ നോക്കിയോ മക്കളെ, നിങ്ങൾക്ക് 41 വിദ്യാഭ്യാസ ജില്ലകളിലെ 41 തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ ആ സെന്റേഴ്സ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സെന്റേഴ്സിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് റെഗുലർ വിഭാഗത്തിൽ SGC, ARC, RAC ഇങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കറക്റ്റ് നിങ്ങൾ ഏതാണ് കാറ്റഗറിയിൽ നിന്ന് വരും. അതായത് എക്സാം എഴുതാൻ പറ്റാവുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ SGC എന്ന് പറഞ്ഞാൽ സ്കൂൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എക്സാമിന് ഫെയിൽ ആയിട്ടുള്ള ആളുകൾ. ഇനി അറ്റൻഡൻസ് ഷോർട്ടേജ്, അപ്പോൾ അറ്റൻഡൻസ് ഇല്ലാത്തതിനാൽ പക്ഷേ പ്രത്യേക അനുമതിയോടെ എക്സാം എഴുതാൻ പറ്റുന്നവരുണ്ടാവും. ഇനി അടുത്ത CCC കാൻഡിഡേച്ചർ ക്യാൻസൽഡ് കാൻഡിഡേറ്റ്സ്. അപ്പം മുമ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് പരീക്ഷ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയും പിന്നീട് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ച കാറ്റഗറിയിൽ പെട്ടവരുണ്ട്. ഇനി റീ അഡ്മിറ്റഡ് കാൻഡിഡേറ്റ്സ്, അതായത് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ തോറ്റുപോവുകയൊക്കെ ചെയ്തവർക്ക് പിന്നീട് പരീക്ഷ നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പം നിങ്ങൾ ഏതാണ് കാറ്റഗറി എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി പരീക്ഷയിൽ നിങ്ങൾക്ക് 3 പേപ്പറാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അപകടമോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം, പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരുടെ മരണം, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്തവർ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇതിനായി വില്ലേജ് ഓഫീസർ, സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത നിങ്ങൾക്ക് 100 രൂപയുടെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി സേ പരീക്ഷയ്ക്ക് പുനർമൂല്യനിർണ്ണയം, റീവാലുവേഷൻ ഉണ്ടാവില്ല കേട്ടോ സേ എക്സാമിന്. അതേപോലെ നിങ്ങളിപ്പോൾ റീവാലുവേഷൻ ഓൾറെഡി അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് അവിടെ മാർക്ക് കൂടുകയാണെങ്കിൽ അതാണ് പരിഗണിക്കുക. പിന്നെ നിങ്ങളുടെ സേൻ്റെ മാർക്കോ സേയുടെ എക്സാം ഒന്നും പിന്നെ നിങ്ങൾക്ക് പരിഗണിക്കുന്നതല്ല. നിങ്ങളുടെ ആ റീവാലുവേഷനിൽ എക്സാം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സേ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് കൂടാതെ റിസൾട്ടും കൂടെ വെച്ചിട്ട് പ്രിൻസിപ്പളുടെ കയ്യിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ ഫോം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക, കാണുന്നുണ്ടല്ലോ. ഈ രീതിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൾ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് കേട്ടോ. നിങ്ങളുടെ ഇതൊക്കെ പ്രിൻസിപ്പളാണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ഏതാണ് എക്സാം എഴുതുന്ന മീഡിയം, മലയാളമാണോ ഇംഗ്ലീഷാണോ മീഡിയം എഴുതുക, നിങ്ങൾ എഴുതിയിട്ടുള്ള സെൻറ്ററിൻ്റെ പേര്, നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, അങ്ങനെയുള്ള നിങ്ങൾ പരീക്ഷ എഴുതുന്ന പേപ്പറുകൾ, നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ്, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ സൈനും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഫില്ല് ചെയ്തിട്ട് പ്രിൻസിപ്പളുടെ കയ്യിൽ കൊടുക്കുക. ഇനി നിങ്ങളുടെ എക്സാമിൻ്റെ സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 51 സെൻറ്റേഴ്സ്, അതായത് പുറത്തും കേരളത്തിന് പുറത്തുമായിട്ട് നമ്മുടെ കേരളത്തിലുമായിട്ട് നിങ്ങൾക്ക് ഇത്രയും സെൻറ്റേഴ്സ് ഉണ്ട്. ഓരോ ജില്ലകളിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്ന്. അത് നിങ്ങൾക്ക് ആ ഒരു സമയത്തേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ഡേറ്റ് കഴിയാനായിട്ടുണ്ട്. ഇന്ന് 19, ഇന്ന് തുടങ്ങിയിട്ടുള്ള 22 നിങ്ങളുടെ ഡേറ്റ് അവസാനിക്കും. സോ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക.